ഹലോ, ലിസ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയ മോഡൽ ഒരു നൈറ്റിയാണ് തയ്ക്കാനായിട്ട് പോകുന്നത്. സാധാരണ ഉള്ള പോലെ തന്നെ 3 മീറ്റർ തുണിയാണ്, വീതി കുറഞ്ഞ തുണിയാണ്, 34 ഇഞ്ച് വീതിയേ ഉള്ളൂ. അത് നമ്മൾ 4ആയിട്ട് നമ്മൾ മടക്കിയിട്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് യോക്ക് പാർട്ടാണ്. അത് 11 ഇഞ്ച് ഇറക്കമാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. രണ്ട് വശത്തും 11 ഇഞ്ച് അടയാളപ്പെടുത്താം. ആ രണ്ട് മാർക്കുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇനി നമ്മൾ മുകൾ ഭാഗത്ത്, അതിൽ ഓപ്പൺ ഉള്ള ഭാഗത്ത് നിന്ന് 4 ഇഞ്ച് അടയാളപ്പെടുത്താം. ആ 4 കുറച്ച് താഴെ ഒന്നും കൂടെ 4 അടയാളപ്പെടുത്താം. അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തും അടയാളപ്പെടുത്തുന്നത്. ഈ കൈക്കുഴി 8 ഇഞ്ച് അടയാളപ്പെടുത്തും. ഇത് ഒരു ബോക്സ് പോലെയാക്കി കൈക്കുഴി വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലൂടെ ഒരു കർവായിട്ട് കൈക്കുഴി വരച്ചെടുക്കുന്നു. ഇനി ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത്. നമ്മൾ കൈക്കുഴിക്ക് വേണ്ടി അടയാളപ്പെടുത്തിയ 4 അടയാളപ്പെടുത്തിയ അവിടെ നിന്ന് ഒരു 4.5 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യാം. ആ 4.5 എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡറാണ് വേണ്ടത്. ഷോൾഡർ നമുക്ക് കഴുത്ത് ഇവിടെ സെപ്പറേറ്റ് ആണ് എടുക്കുന്നത്. കഴുത്ത് നമുക്ക് 3 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം. അപ്പോൾ കഴുത്തിൻ്റെ അകലം 3ഉം ഇതൊരു 4.5 വരുമ്പോൾ 7.5 ഇഞ്ച് ഷോൾഡർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ 4.5 അടയാളപ്പെടുത്തിയിരിക്കുന്നത്, 4.5 ഷോൾഡർ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കഴുത്ത് നമുക്ക് ഒരു 5 ഇഞ്ചാണ് ഇതിൻ്റെ കഴുത്ത്. രണ്ടും ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ ആയതുകൊണ്ട് കൂടുതൽ കഴുത്തെടുത്താൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മൾ 6.5ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമുക്കൊരു 5 ഇഞ്ച് കഴുത്തെടുത്താൽ മതി. ആ കഴുത്താണിൻ്റെ ഭാഗമാണ് നമ്മളവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ 4.5 അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് 5 താഴെ അടയാളപ്പെടുത്തിയിരിക്കുന്ന അവിടെയോട്ട് വന്നിട്ട് താഴെ നമ്മൾ 11 അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്തേക്ക് ഒരു കർവായിട്ട് വരച്ചെടുക്കുക. ഇവിടെ നമ്മൾ 5 കഴുത്തിന് വേണ്ടി നമ്മൾ 5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് അപ്പുറത്തെ സൈഡും ആ സൈഡ് നമുക്ക് 5 അവിടെ മാർക്ക് ചെയ്യാം. ആ 2 5 തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് അത്ര ഭാഗം വെട്ടിയെടുക്കാം. ഇനി നമുക്ക് വെട്ടി വെച്ചിരിക്കുന്ന പീസിൽ സെൻറ്റർ അടയാളപ്പെടുത്താം. ഞൊറിയിട്ട് നമുക്ക് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒരു 3 ഇഞ്ച് അളവ് കിട്ടിയാൽ മതി. 3 ഇഞ്ച് വരണം. പിന്നീട് വേണ്ടിയത് ഈ പീസ് എടുത്ത് ആ പീസിൻ്റെ സൈഡിൽ കൂടെ, ഈ കൈക്കുഴി വെക്കുന്നിടത്ത് വേണ്ട, ആ സൈഡിൽ കൂടെ മാത്രം നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. ക്രോസ് പീസ് എടുത്തിട്ട് പൈപ്പിംഗ് വെച്ച് കൊടുക്കും. കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ മുറിച്ചെടുത്ത ഭാഗമാണിത്. അത് 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. നീളവും എത്തുന്നില്ല, വണ്ണവും അതിന് തികയില്ല. നമ്മളതിൻ്റെ അടിയിൽ നിന്ന് ഇറക്കത്തിൽ നിന്ന് മുറിച്ചെടുത്തതാണ് ഒരു കഷ്ണം പീസ്. ഈ പീസ് അതിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം നമുക്ക് കൈവെട്ടാൻ. അത് കൂട്ടി യോജിപ്പിച്ചിട്ട് കൈവെട്ടുന്ന കാണിക്കാം. ക്രോസ് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി മടക്കിയിട്ട് അങ്ങനെ ചെരിച്ച് ഒരു സ്കെയിൽ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വരച്ചെടുക്കുന്നത്. അപ്പോൾ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ഭാഗവും ഒരേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരേ വീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ എടുക്കുന്നത്. ക്രോസ് പീസ് കൂട്ടി യോജിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 2 ഭാഗവും കൂടെ ഒരുപോലെ വെച്ച് മറിച്ച് വെച്ചിട്ട് അതിന് മുകളിൽ കൂടെ അടിക്കാം. എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് പിടിപ്പിക്കാനായിട്ട്. നമ്മൾ താഴത്തെ പാർട്ടിന് ഞൊറി ഇട്ടെടുത്തിട്ടുണ്ട്. അത് നമ്മൾ 3 ഇഞ്ചാണ് നമ്മൾ കഴുത്ത് പറഞ്ഞത്, പക്ഷേ 3.5 ഇട്ടിട്ടാണ് ഇട്ടേക്കുന്നത്. കാരണം ഇപ്പുറത്ത് മറ്റേ പീസ് പിടിപ്പിക്കുമ്പോൾ അതിനുള്ള തുമ്പ് വേണ്ടിയോണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. 3.5 ഇഞ്ചിന് കിട്ടാണ് ഞൊറി ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പൈപ്പിംഗ് ആണ് പിടിപ്പിക്കേണ്ടത്. പൈപ്പിംഗ് ആ സെൻറ്റർ ഭാഗത്തും പിടിപ്പിക്കണം, അതിൻ്റെ മുകളിൽ അവിടെയും പിടിപ്പിക്കണം, ഈ സൈഡും പിടിപ്പിക്കണം. എന്നിട്ട് വേണം നമുക്ക് കൂട്ടി പിടിപ്പിക്കാനായിട്ട്.
പൈപ്പിംഗ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം അടിക്കുക, ചെറുതായിട്ട് ചെറിയ വീതിയിൽ അടിക്കുക. എന്നിട്ട് മറുഭാഗം നമ്മൾ നല്ല വശത്തേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് മുഴുവൻ അടിച്ചതിന് ശേഷം തിരിച്ച് മടക്കി ഉള്ളിലേക്ക് വേണം പൈപ്പിംഗായിട്ട്. അങ്ങനെ അതുപോലെ വേണം നമുക്ക് തയ്ക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ബോഡി പാർട്ടിൻ്റെയും അവിടെ നമ്മൾ ഇതുപോലെ തന്നെ പൈപ്പിംഗ് വെച്ച് കൊടുക്കണം. കൈക്ക് നമുക്ക് നീളം കിട്ടുകയില്ലായിരുന്നു. അപ്പോൾ അടിയിൽ നിന്ന് മുറിച്ച ഭാഗം കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. സൈഡിലും കുറച്ച് കുറവായിരുന്നു. സൈഡിലും നമ്മളൊരു കഷ്ണം കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മളിപ്പം പിന്നെ കൈക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ 7 ഇഞ്ച് കൈ നീളമാണ് വേണ്ടിയത്. 7-ന് നമുക്കിവിടെ ഉള്ളത് 8ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മടക്കി അടിക്കാനും കൂടെ വേണ്ടിയതാണ്. ചെറിയ വീതിയിൽ അടിക്കാനേ കിട്ടുള്ളൂ. ഇനി നമുക്ക് കൈക്ക് ഷേപ്പാണ് വരുത്തേണ്ടത്. കൈയുടെ ഷേപ്പിന് നമുക്കൊരു 4 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തിയിട്ട് ഷേപ്പ് വരച്ചെടുക്കാം. കൈ വരച്ചിരിക്കുന്നതിൽ വെട്ടിയെടുക്കാം. ഇനി അടിഭാഗം 2ആയിട്ട് മുറിച്ചെടുക്കാം. കൈക്കും നമ്മൾ ഇപ്പം കഴുത്തിന് വെച്ച മാതിരി കറുപ്പ് പൈപ്പിംഗ് കൊടുക്കുക. അതൊരു ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പൈപ്പിംഗ് കൊടുക്കുക. പൈപ്പിംഗ് ഫ്രണ്ട് പീസിലും തയ്ച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സൈഡിൽ വെക്കുന്ന അതിനും നമ്മൾ പൈപ്പിംഗ് ഇപ്പം അടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിത് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെച്ചിരിക്കുന്നത് പോലെ നമ്മൾ പിന്നെ ഉണ്ടോ അങ്ങനെ തുമ്പ് അവിടെ അതിൻ്റെ മുകളിൽ കൂടെ പൈപ്പിംഗ് കയറ്റി വെച്ചിട്ട് അടിക്കുക. പൈപ്പിങ്ങിൻ്റെ സൈഡിൽ കൂടെ അടിച്ചുകൂടുക. അതുപോലെ തന്നെ 2 സൈഡും കൈക്കുഴിയുടെ അവിടെ തൊട്ടെടുത്താൽ മതി. അങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം. അത് നമ്മൾ ഇപ്പം പിന്നെ കഴുത്തൊക്കെ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പണി കൈ പിടിപ്പിക്കുകയാണ്. കൈ പൈപ്പിംഗ് വെച്ച് അത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടിൻ്റെയും സെൻറ്റർ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കൊടുക്കാം. 2 കൈയും അതുപോലെ തന്നെ ചെയ്യാം. കൈ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്യണം. കൈയുടെ വണ്ണം വേണ്ടിയത് ഒരു 7 ഇഞ്ച് കൈയുടെ വണ്ണം. കൈയുടെ വണ്ണം 7 അടയാളപ്പെടുത്താം. 2 കൈയും 7 ഇഞ്ച് വീതം അടയാളപ്പെടുത്താം. പിന്നെ ഉടലിൻ്റെ വണ്ണം 22. 2 ഭാഗവും തുല്യമായിട്ട് വിട്ടിട്ട് വേണം അടയാളപ്പെടുത്താൻ. 22. ഇനി കൈ തൊട്ട് അവിടെ വരെ അടിച്ച് അടിയിലേക്ക് അങ്ങ് അടിച്ചു പോയാൽ മതി. അടിയിലേക്ക് ഷേപ്പൊന്നും ആക്കണ്ട, അങ്ങ് അടി വരെ അടിച്ചു വിടുക. വണ്ണം അടിച്ചതിന് ശേഷം അടിയെ മടക്കി അടിക്കുകയാണ് വേണ്ടിയത്. ചെറിയ വീതിയിൽ അടിച്ചാൽ മതി. അതിനകത്ത് ഇറക്കത്തിൻ്റെ കണക്കായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ വീതിയിൽ അടിയും കൂടെ മടക്കി അടിച്ച് അങ്ങനെ നമ്മുടെ നൈറ്റി തയ്ച്ച് കഴിയും.